ഗായ്സ്, അപ്പം ഞാനും നിനാഷിനും കൂടെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ തുംകൂറിൻ്റെ പച്ചപ്പും ഹരിതാപവും ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇനി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവൻ്റെ പേരാണ് ചുട്ടുമണി, റിയോയുടെ ഫ്രണ്ടാണ്. ഇവരൊക്കെ റിയോ ഭയങ്കര കമ്പനി. അപ്പം ഞാൻ അവന് ഫെവിക്കോൾ എടുത്ത് പറ്റിക്കാൻ നോക്കുകയാണ്. അതിന് ഈ പശുവിനെ കണ്ട കറമ്പി പശു, അവൾക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞ ദിവസം. ഒരു കിടാവ് കുഞ്ഞ് കറമ്പി എന്നാണ് അവിടെയും പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ വീടിൻ്റെ സൈഡ് വഴി ഇങ്ങോട്ട് പോവാണ്. അപ്പം നോക്കൂ ഗായ്സ്, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് അവർ സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അവർ കുറേ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ മേയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ഒരു ഫ്രണ്ടിൽ ഒരു പാർക്കുണ്ട്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ കൃഷി അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഈ ടൈമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നൊരു പാർക്കൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഈ മെല്ലെ ഒരു അണ്ണാകുഞ്ഞിനെ കണ്ടു. അപ്പം ഞാൻ സൗണ്ടാക്കിയപ്പോൾ അവനങ്ങ് എന്നെ പറ്റിച്ച് ഓടി. ഇതാണ് ഞങ്ങളുടെ ജിം പാർക്ക്. ഇവിടെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഞാൻ നീനാഷിനും ഇങ്ങനെ വായിയൊക്കെ നോക്കി പോവുകയാണ്. അപ്പം ഇങ്ങനെ കോലം വരച്ച് വെച്ചിരിക്കുന്നത്. എന്നെക്കൂടെ നീനാഷിനെ കൂടെ ഇങ്ങനെയൊന്നും കോലം വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളിവിടെ പൊടിയില്ല. അപ്പം ഞങ്ങളിവിടെ കടയിൽ വന്നിരുന്ന നീനാഷിനടുത്ത കൊച്ചിനോട് എന്തോ കോക്കറിയൊക്കെ വർത്താനം പറയാം, പക്ഷെ കൊച്ചിന് താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കടലയും മേടിച്ച് സായിയുടെ മുടി വെട്ടുന്നതും കണ്ട്